ഫ്രണ്ട്സ്, ഇസ്മി പ്രസാദ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെയധികം സന്തോഷത്തോടു കൂടി, വളരെയധികം ആനന്ദത്തോടു കൂടി, വളരെയധികം ഉല്ലാസത്തോടു കൂടി, വളരെയധികം സ്നേഹത്തോടു കൂടി, വളരെയധികം കരുതലോടു കൂടി, വളരെയധികം സപ്പോർട്ടോടു കൂടി, വളരെയധികം ആരോഗ്യത്തോടു കൂടിയൊക്കെ നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് നയിക്കുക എന്ന് പറഞ്ഞാൽ അതിലുപരി നമുക്ക് വേറൊന്നും വേണ്ടല്ലേ. നമ്മൾ ആഗ്രഹിക്കുന്നു, നമുക്ക് കിട്ടുന്നു. നമ്മൾ തേടി പോകുന്നത് നമ്മളെ തേടി വരുന്നു അല്ലേ. പലപ്പോഴൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, എന്ത് രസമാണല്ലേ. ഇപ്പോൾ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഈ അസുഖം നമുക്കൊന്ന് മാറി കിട്ടണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അസുഖം കൊണ്ട് മാറിക്കഴിഞ്ഞാൽ എന്ത് രസമാണല്ലേ. അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കൂ അല്ലേ. ജസ്റ്റ് ഒന്ന് ചിന്തിക്കണമെങ്കിൽ നമുക്ക് ക്യാഷ് ഒന്നും കൊടുക്കണ്ടല്ലോ അല്ലേ. അപ്പോൾ വലിയ റിസ്ക് ഒന്നുമില്ലല്ലോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്കൊരു പ്രശ്നം വരികയാണെങ്കിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ സമീപിക്കും അല്ലേ. വലിയ പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തിൻ്റെ അടുത്തൊക്കെ പോവും. നമ്മളെ കബളിപ്പിക്കില്ല, നമ്മളെ വഞ്ചിക്കില്ല, നമ്മുടെ രഹസ്യങ്ങൾ മറ്റൊരാളോട് പറയില്ല എന്നത് നമുക്ക് പൂർണ്ണ വിശ്വാസമുള്ള ഒരാളടുത്ത് പോയിട്ട് നമ്മൾ പല കാര്യങ്ങളും പറയാറുണ്ടല്ലേ. രഹസ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇത്തരക്കാരൊന്നും നമ്മൾ രഹസ്യങ്ങൾ പുറത്ത് വിടാറില്ല. പുറത്ത് വിടുന്നവരുണ്ടായിരിക്കും, പക്ഷേ പുറത്ത് വിടാത്തവരാണ് ഏറ്റവും കൂടുതൽ. അത്തരക്കാരുടെ അടുത്ത് മാത്രമേ നമ്മൾ സംസാരിക്കുള്ളൂ അല്ലേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു, വളരെയധികം സ്നേഹം വേണം, വാത്സല്യം വേണം, അതുപോലെ എന്ത് ചെയ്യുന്നു, സപ്പോർട്ട് വേണം, ആരോഗ്യം വേണം, അതുപോലെ ഫൈനാൻഷ്യലി അല്ലേ, ക്യാഷ് വേണം, എല്ലാം വേണം അല്ലേ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിവ് എന്ന് പറയുന്നത് നമുക്കത് എന്താണെന്നറിയോ, അത് നമ്മൾ ആളുകൾക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. എനിക്ക് കിട്ടിയ അറിവ് ഞാൻ നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾക്ക് കിട്ടുന്ന അറിവ് എനിക്ക് തരുന്നു, നമ്മൾ സുഹൃത്തുക്കൾക്ക് കൊടുക്കുന്നു, മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുന്നു, എല്ലാവരിലേക്കും പാസ് ചെയ്യുന്നു. അപ്പോൾ അറിവ് ഇങ്ങനെ പകർന്ന് എന്താ പറയുക, നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് ഇങ്ങനെ വലുതായി കിടക്കണം. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ചെടികൾ കണ്ടോ, ഒരുപാട് ചെടികൾ കണ്ടില്ലേ, ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ. ഇപ്പോൾ ഒരു ചെടി മറ്റേ ചെടിക്ക് എത്ര സപ്പോർട്ടീവാണ് നോക്കി നോക്കും, ഇങ്ങോട്ട് നോക്കി നോക്കും. ഈ ചെടിക്കൊക്കെ ആ ചെടി അല്ലേ, ഇപ്പോൾ സൂര്യപ്രകാശം തട്ടുമ്പോൾ ഈ ചെടിയിൽ തട്ടിയിട്ടാണ് മറ്റുള്ള ചെടിയിലേക്ക് വരുന്നത് അല്ലേ. ഈ ചെടി തടഞ്ഞു നിർത്തുന്നു. അപ്പോൾ മുന്നിലേക്ക് നോക്കൂ, മുന്നിലേക്ക് ഒരുപാട് മരങ്ങളില്ലേ, ആ മരങ്ങൾ തടഞ്ഞു നിർത്തിയിട്ടാണ് അതിൻ്റെ ബാക്കിയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് അല്ലേ. അപ്പോൾ ഈ പ്രകൃതിയിൽ നോക്കിയാൽ മതി, എല്ലാ ചെടികൾക്കും, വ്യത്യസ്ത ചെടികൾക്ക് വരെ സപ്പോർട്ടീവ് ഉണ്ട്. പക്ഷേ നമ്മുടെ അല്ലേ, നമ്മുടെ മനുഷ്യന്മാരിൽ പലർക്കും സപ്പോർട്ടീവ് മെൻറ്റാലിറ്റി ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ചെറിയൊരു കഥയാണ് അല്ലേ. കഥ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നല്ല ഇഷ്ടമാണല്ലേ. കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കഥ കേൾക്കുന്നൊക്കെ പറയുമ്പോൾ നല്ല ഇഷ്ടമാണല്ലേ. അപ്പോൾ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരുപാട് ക്യാഷ് ഉണ്ട്. ഒരു സുഹൃത്തുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്ത് ക്യാഷ് ഇല്ലാത്ത പ്രശ്നം എല്ലാവർക്കും ഇല്ലേ, പക്ഷേ ഇദ്ദേഹത്തിന് ക്യാഷ് ഉള്ള പ്രശ്നം കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരുപാട് ക്യാഷ് ഉണ്ട്, പക്ഷേ ഈ ക്യാഷ് കൊണ്ട് അദ്ദേഹത്തിന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. മനസ്സിലായോ. ഒരുപാട് ക്യാഷ് ഉണ്ട്, പക്ഷെ അദ്ദേഹം ഒരുപാട് സംഭവങ്ങൾ വാങ്ങുന്നു, അദ്ദേഹത്തിന് ആഗ്രഹമുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, ഒരുപാട് സംഭവങ്ങൾ, പക്ഷെ അദ്ദേഹത്തിന് സന്തോഷമില്ല. യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നു, ഒരുപാട് കുന്നുകൂടിയ ക്യാഷ് ഉണ്ട്, പക്ഷെ അദ്ദേഹത്തിന് സന്തോഷമില്ല. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹം വളരെയധികം ഇത്രയൊക്കെ ഞാൻ സമ്പാദിച്ചു കൂട്ടി, ഞാൻ ഒരുപാട് സമ്പാദ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമൊക്കെ കിട്ടുമെന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷേ ഇത്രയൊക്കെ സമ്പാദിച്ചിട്ട് എനിക്ക് സന്തോഷം കിട്ടുന്നില്ലല്ലോ. ഇനി ഞാൻ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഞാനിനി എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഒരു ആശ്രമത്തിൽ പോയിട്ട് ഒരു ഗുരുവുണ്ട്. ആ ഗുരുവിൻ്റെ അടുത്ത് എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അതിന് പരിഹാരം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, ഇദ്ദേഹത്തിന് ഒരുപാട് സമ്പാദിച്ചിട്ടും സമാധാനമില്ലായിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്ത്, ഇദ്ദേഹം പറഞ്ഞു, ഗുരുവിനോട് പറഞ്ഞു, എനിക്കെന്ത് ചെയ്യുന്നു, വളരെയധികം സങ്കടമുണ്ട്, ഞാൻ ഒരുപാട് സമ്പാദ്യമൊക്കെ ഉണ്ടാക്കി, ഒരുപാട് ക്യാഷും ഒരുപാട് പ്രോപ്പർട്ടി, ഒരുപാട് എന്ത് ചെയ്യുന്നു, ഭൂമിയൊക്കെ, ഒരുപാട് സംഭവങ്ങൾ, എനിക്ക് എല്ലാ സംഭവങ്ങളുണ്ട്, പക്ഷെ എനിക്ക് സന്തോഷം മാത്രമല്ല. ഇനി ഞാൻ സന്തോഷം കിട്ടാൻ എന്താ ചെയ്യേണ്ടത്, എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല, വളരെയധികം മനസ്സിന് വിഷമമാണ് സംഭവിക്കുന്നത്, എനിക്ക് എപ്പോഴും പ്രശ്നങ്ങൾ മാത്രമാണ് സംഭവിക്കുന്നത്, ക്യാഷ് ആണെങ്കിൽ ഒരുപാടുണ്ട്, സമ്പാദ്യമൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടോ. ഇതൊരു ക്രിയേറ്റീവ് അല്ലേ, നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കും ചിലപ്പോൾ അല്ലേ. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്ത്, അദ്ദേഹം ഗുരുവിൻ്റെ അടുത്ത് പറഞ്ഞ എല്ലാ സങ്കടങ്ങളും, ഗുരുവിൻ്റെ അടുത്ത് ഒരുപാട് സങ്കടങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങളെന്ത് ചെയ്യുന്നു, നിങ്ങളെ സമ്പാദ്യത്തിൽ നിന്ന് കുറച്ച് എന്ത് ചെയ്യുന്നു, നിങ്ങൾ എന്താ പറയുക, ഇപ്പോൾ അദ്ദേഹത്തിന് ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എത്ര രൂപ ഉണ്ട് ചോദിച്ചു, കയ്യിൽ എത്ര പൈസ ഉണ്ട് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ അടുത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു 1500 രൂപ ഉണ്ട്. എന്താണ്, ഒരു 1500 രൂപ ഉണ്ട്. അപ്പോൾ നിങ്ങൾ തിരികെ പോകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആരാണ്, ഈ ഗുരു പറയാണ്, ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറയാണ്, ഈ സമാധാനം ഇല്ലാത്ത ആളുടെ അടുത്ത് പറയണം, ഏറ്റവും കൂടുതൽ ദരിദ്രൻ ആരോ, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരാണോ നിങ്ങൾക്ക് കാണുന്നത് എന്ന് തോന്നുകയാണ്, അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പണം,
നോക്കി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് 1500 രൂപ ഉണ്ട്, ഇഷ്ടമുള്ള പണം നിങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തോളൂ, നിങ്ങൾക്ക് സമാധാനം വരും. പക്ഷേ ഈ പണം കൊടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അദ്ദേഹം ആ പണം കൊണ്ട് എന്താണ് ചെയ്യുന്നതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു ഈ ഗുരു പറഞ്ഞു. എന്താണ് ഗുരു പറഞ്ഞു, നിങ്ങൾ തിരികെ പോകുമ്പോൾ പണം കൊടുക്കണം ഒരു പാവപ്പെട്ട ആൾക്ക്. നിങ്ങൾക്ക് ആരാണോ പാവപ്പെട്ട് തോന്നുന്നത് അദ്ദേഹത്തിന് ആ പാവപ്പെട്ട വ്യക്തിക്ക് പണം കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം പണം കൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് സൂക്ഷിച്ച് മനസ്സിലാക്കണം, ജസ്റ്റ് ഒന്ന് എന്താ പറയുക നിരീക്ഷിക്കണം എന്ന് പറഞ്ഞു ഗുരു. എങ്ങനെ ചെയ്ത് എനിക്ക് സന്തോഷം കിട്ടുമോ ചോദിച്ചു. തീർച്ചയായിട്ടും കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്ത്, അദ്ദേഹം നേരെ പോയിട്ട് ഒരു ഭിക്ഷക്കാരൻ്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നേരെ എന്ത് ചെയ്തു, 1500 രൂപ അത് കംപ്ലീറ്റ് അദ്ദേഹം കൊടുത്തു. അത് എൻ്റെ അപ്പോൾ അദ്ദേഹത്തിന് ഭിക്ഷക്കാരൻ എന്ത് ചെയ്യുന്നു, വളരെയധികം സന്തോഷത്തോടു കൂടി നന്ദി പ്രകടനമൊക്കെ നടത്തി. നന്ദി പ്രകടനം നടത്തിയ സമയത്ത് ഇദ്ദേഹത്തിന് ചെറിയൊരു സന്തോഷം വന്നു. പക്ഷേ ഈ ക്യാഷ് കൊണ്ട് എന്താ ചെയ്തതെന്നറിയാം, ഇയാൾ നേരെ പോയിട്ട് ഷാപ്പിൽ പോയിട്ട് കുറേ മദ്യം കഴിച്ചു. അദ്ദേഹം ആ ക്യാഷ് കൊണ്ട് അടിച്ച് പൊളിച്ച് തകർത്തടിച്ചു. അതായത് തകർത്തടിച്ചു എന്ന് പറഞ്ഞാൽ ആ ക്യാഷ് കൊണ്ട് എന്ത് ചെയ്യുന്നു, വളരെയധികം ദൂരത്തടിച്ചു ആ പൈസ കൊണ്ട്, ആ ഭിക്ഷക്കാരൻ കേട്ടോ. അപ്പോൾ അദ്ദേഹം പിറ്റത്തെ ദിവസം ഗുരുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഗുരുവേ ഞാൻ എന്ത് ചെയ്യുന്നു, അധ്വാനിച്ച പൈസയാണ്, ഈ പൈസ അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ അദ്ദേഹം മദ്യഷാപ്പിൽ എന്ത് ചെയ്യുന്നു പോയിട്ട് എന്താ പറയുക പോയിട്ട് കുറേ വള്ളടിച്ച് തീർത്തു, ഒരുപാട് മദ്യം കുടിച്ചു, ഒരുപാട് തൂർത്തടിച്ചു, ഞാൻ ഈ പൈസ കൊടുക്കാൻ പാടില്ലായിരുന്നു, അദ്ദേഹം എൻ്റെ ക്യാഷ് കൊണ്ട് അതാണ് ചെയ്തത്, എനിക്ക് സമാധാനം ഒട്ടും കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഗുരു പറഞ്ഞു, ഗുരു ഒരു 2 രൂപ എടുത്തു. 2 രൂപ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ഇദ്ദേഹത്തിന് കൊടുത്തു. അതായത് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇത് നിങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് ഇതേ ആൾക്ക് തന്നെ എന്ത് ചെയ്യുന്നു, ഈ 2 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, തിരികെ പോവുകയാണ്. ഈ 2 രൂപ എന്ത് ചെയ്യുന്നു, 1500 രൂപയാണ് ആദ്യം കൊടുത്തത്, പിന്നെ രണ്ടാമത് 2 രൂപയാണ്. 2 രൂപ കൊടുത്ത സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ, ഇദ്ദേഹം നേരെ പോയി ഈ 2 രൂപ ഇദ്ദേഹത്തിന് കൊടുത്തു, ഈ വിഷക്കാരന് കൊടുത്തപ്പോൾ ഇയാൾ എന്താണ് ഈ ക്യാഷ് കൊണ്ട് ചെയ്യേണ്ടതെന്നുള്ളത് ചിന്തിക്കണ്ടേ. ഇയാൾ നേരെ ഹോട്ടലിൽ പോയിട്ട് നല്ലൊരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് എന്ത് ചെയ്യുന്നു, കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ബാക്കി ഒരു 50 പൈസ ബാലൻസ് ഉണ്ട്. ആ 50 പൈസ എന്ത് ചെയ്യുന്നു, നേരെ ഇദ്ദേഹം നേരെ വീട്ടിൽ ഭാര്യനെ ഏൽപ്പിച്ചു ഈ 50 പൈസ. അങ്ങനെ ചെയ്തിട്ടോ. അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് പിറ്റേ ദിവസം ഇതേ അനുഭവം പറഞ്ഞു, ഈ പൈസ കൊണ്ട് ഇദ്ദേഹം നല്ല കാര്യമാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞത് എന്താണെന്നറിയോ, ഗുരു ഇദ്ദേഹത്തിൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, അതായത് തെറ്റായ മാർഗത്തിലൂടെ ഉണ്ടാക്കിയ ക്യാഷ് അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ അദ്ദേഹം അത് തെറ്റായ മാർഗത്തിന് വേണ്ടി ഉപയോഗിച്ചു. നിങ്ങൾ ശരിയായ മാർഗത്തിലൂടെ ശേഖരിച്ച് വെക്കുന്ന പണമാണെങ്കിൽ അത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അത് ശരിയായ മാർഗത്തിലൂടെ വിനിയോഗിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ തെറ്റായ രീതിയിൽ ഒരുപാട് സമ്പാദിച്ച് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, അത് ഏത് രീതിയിലാണ് അവർ വിനിയോഗിക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ അധ്വാനിച്ച് ആത്മാർത്ഥമായിട്ട് ആരെയും പറ്റിക്കാതെ, ആരെയും കബളിപ്പിക്കാതെ, ആരെയും നമ്മൾ വേദനിപ്പിക്കാതെ നമ്മൾ സമ്പാദിച്ചെടുക്കുന്ന പണത്തിൽ നിന്ന് നമ്മൾ ഒരാൾക്ക് ദാനം കൊടുക്കുമ്പോൾ ആ ദാനത്തിൽ എന്ത് ചെയ്യുന്നു, വളരെയധികം ചെയ്യുന്നു, അതിൽ വളരെ സത്യസന്ധതയും വളരെയധികം ആ ഒരു ദാനത്തിൽ സ്നേഹവും വാത്സല്യവും എല്ലാം അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം അത് നല്ലതിന് വേണ്ടി ഉപയോഗിക്കുന്നുള്ളതാണ്. അപ്പോൾ ഈ പണം, നല്ല പണം നമ്മൾ ഉണ്ടാക്കി ആത്മാർത്ഥമായി അധ്വാനിച്ച പണം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ കടന്നു പോകും എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ മോശം രീതിയിൽ ഉണ്ടാക്കിയ പണമാണെങ്കിലോ അത് ഏതൊരാൾക്ക് കൊടുക്കുമ്പോൾ അത് ആ രീതിയിലേ വിനിയോഗിക്കുവാൻ സാധ്യതയുള്ളൂ. അത് നമ്മൾ പോലും അറിയാതെ അങ്ങനെയായിരിക്കും സംഭവിക്കുക. അപ്പോൾ ചെറിയൊരു ഷോർട്ട് സ്റ്റോറിയാണത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ മനസ്സിലാക്കാനുണ്ട് അല്ലേ, ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതുകൊണ്ട് 2025 പ്രവേശിക്കുമ്പോൾ ആരെയും കബളിപ്പിക്കാതെ, ആരെയും വഞ്ചിക്കാതെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ഒരാളുടെയും കണ്ണീരെന്ത് ചെയ്യുന്നു, ഒരാളുടെ കണ്ണീരും നമ്മൾ കാണാത്ത രീതിയിലുള്ള ക്യാഷ് ആയിരിക്കും നമുക്ക് വേണ്ടത്. മനസ്സിലായോ? ആരെയും കണ്ണീര് കുടിപ്പിച്ചുണ്ടാക്കിയ ക്യാഷ് നമ്മൾ ഉണ്ടാക്കരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് സമ്പാദിക്കുക, നന്നായി സമ്പാദിക്കുക, സത്യസന്ധമായിട്ട് എന്ത് ചെയ്യുന്നു, സത്യസന്ധമായി നമ്മൾ അധ്വാനിക്കുന്ന ക്യാഷ് നമ്മൾ സമ്പാദിച്ചു വെച്ച ഭാഗങ്ങൾക്ക്, അതായത് അർഹതപ്പെട്ടവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ രീതിയിൽ തന്നെ അവർ വിനിയോഗിക്കുമെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അതുകൊണ്ട് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ, പുതിയ എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.